ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യുന്നത് സുസുക്കി ആക്സസ് 125 ന്യൂ മോഡലിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ്. ബാക്കിൽ നമ്മളെ ടെയിൽ ലൈറ്റിൻ്റെ ബൾബ് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാറ്റണം എന്നൊന്നും അറിയില്ല. എനിക്കും ഇതുപോലെ അറിയുന്നുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ഫുള്ള് സെറ്റ് അഴിക്കേണ്ടി വരും എന്നാണ്. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മുടെ ക്രാഷ് കാർഡ് ഉണ്ടെങ്കിൽ അത് അഴിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഞാൻ ഇതിൽ ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിലുള്ള നട്ടും ലെഫ്റ്റ് സൈഡിലുള്ള ഒരു നട്ടും നമ്മൾ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സീറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണുന്ന 4 സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ അഴിച്ചെടുക്കുക. ബാക്ക് സൈഡിൽ 2 എണ്ണം, അതുപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റ് സൈഡിലും 2 എണ്ണമാണ് വരുന്നത്. അത് നമ്മൾ അഴിച്ചെടുക്കുക, സേഫായിട്ട് വെക്കുക. അതിനുശേഷം നമ്മളിവിടെ നമ്മൾ പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പ് അഴിച്ചു മാറ്റുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒരു നട്ട് നമ്മൾ സ്പാനർ വെച്ചിട്ട് അതും അഴിച്ചു മാറ്റുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് വരുന്നത്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ആ ഒരു സ്റ്റോറേജ് ബോക്സ് ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. ഇവിടെ നമ്മളെ പെട്രോൾ ഒഴിക്കുന്ന ആ ഒരു പോർഷനിൽ ഒരു റബ്ബറിൻ്റെ വാഷർ വരുന്നുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണുന്ന ആ ഒരു ഡ്രൈനേജ് സിസ്റ്റമാണ്. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒഴുകി പോകാനുള്ള ആ ഒരു പൈപ്പാണ്. അത് നമ്മൾ കെയർ ചെയ്തിട്ട് ഇടുന്ന സമയത്ത് ഓർമ്മിച്ചിട്ട് ഇടുക. ഇവിടെ കാണുന്ന നമ്മുടെ ബാക്ക് റെസ്റ്റിൻ്റെ 4 നട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ ബോക്സ് സ്പാനർ വെച്ചിട്ട് 4 അഴിച്ചെടുക്കുക. 2 എണ്ണം ലെഫ്റ്റിലും അതുപോലെ തന്നെ 2 എണ്ണം റൈറ്റിലാണ് വരുന്നത്. അത് നമ്മൾ 4 അഴിച്ചെടുത്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് വരുന്നത് അത് റിമൂവ് ചെയ്യുക, സേഫായിട്ട് എവിടെയും വെക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ക്രാഷ് കാർഡ് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാം. അടുത്ത പ്രോസസ്സ് വരുന്നത്, ബാക്കിൽ വരുന്ന ടെയിൽ ലൈറ്റിൻ്റെ ബാക്കിൽ ആ ഒരു പ്ലാസ്റ്റിക് കവർ, ഒരു ഫുള്ള് സെറ്റല്ല, അത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. 4 സ്ക്രൂസ് വരുന്നുണ്ട്. അത് സെയിം സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വാഷർ വരുന്നുണ്ട്. അതായത് ഗ്ലാസ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്നതാണ്. അത് നമ്മളൊന്ന് കെയർ ചെയ്തിട്ട് ഇടുന്ന സമയത്ത് സെയിം ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് വരുന്നത്, നമ്മളിപ്പോൾ 4 സ്ക്രൂസ് അഴിച്ച് കഴിഞ്ഞു. നമ്മൾ എത്ര ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വരില്ല. കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഫോഴ്സ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല, നമ്മൾ വെറുതെ ഡാമേജ് ആക്കാന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, 2 ചെറിയ ആ ഒരു പ്ലാസ്റ്റിക് ബോഡിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നേരിയ സ്ക്രൂ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ സ്ക്രാച്ച് ആവാത്ത തരത്തിലുള്ള വല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്യുപ്മെൻ്റ് എടുക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. അതായത് നമ്മളെ ബോഡിയും ഈ ഒരു കവറും തമ്മിൽ അവിടെ ഒരു ക്ലിപ്പുണ്ട്. ഞാൻ അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ക്ലിപ്പ് ഒന്ന് പൊക്കി കൊടുക്കുക. സെയിം ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നന്നായിട്ട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളൊന്ന് പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കാണുന്ന 2 ലോക്കാണ്. ഈ ലോക്കാണ് ഇതിൽ വരുന്നത്. വേറെയുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യമില്ല. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ അഴിച്ച ഉടൻ തന്നെ നമുക്ക് ആ ബാക്കിൽ വരുന്ന ആ ഒരു കവറ്, റെഡ് ലൈറ്റ് വരുന്ന ആ ഒരു കവർ ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ അഴിച്ചെടുക്കുക. സെയിം നമ്മളെ ബൾബ് ഇതുപോലെയാണ് നമ്മൾ ഊരേണ്ടത്. പ്രസ് ചെയ്യുക, ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത്. ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. നിങ്ങൾക്കിവിടെ കാണാം, നന്നായി വൈറ്റ് കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ടുണ്ട്. പുതിയ വാങ്ങിച്ചത് വെറും 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 12 വോൾട്ട്സാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ക്ലിപ്പ് വരുന്നത് ഒന്ന് മുകളിലും ഒന്ന് താഴെയും ആയിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും സെയിം ക്ലിപ്പ് തന്നെയാണ് അധികം മോഡലിൻ്റെയും വരുന്നത്. കോമൺ ആയിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഇടുന്നതും സെയിം വേ തന്നെയാണ്. പ്രസ് ചെയ്യുക, റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം നമ്മളിവിടെ ലൈറ്റ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ബാക്ക് ബ്രേക്ക് ലൈറ്റ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മളിത് ഓരോ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫുള്ള് സെറ്റ് തന്നെ ബോഡി അഴിക്കേണ്ട ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളെ ആ ഒരു റെഡ് റിഫ്ലക്ടർ വരുന്നത് അത് നമ്മൾ റീഫിക്സ് ചെയ്യുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വല്ല സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക.
ഇവിടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ സ്വിച്ചസും വർക്ക് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീഫിക്സ് ചെയ്യാം. ഈ എഡ്ജിൽ ചിലപ്പോൾ വാഷർ പുറത്തേക്ക് വന്നിട്ടുണ്ടാകും. ഉള്ളിലോട്ട് വെള്ളം കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാഷർ വരുന്നത്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഷാർപ്പായിട്ടില്ലാത്ത സ്ക്രൂ ഡ്രൈവർ വെക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫ്രീ ആയിട്ട് വരുന്നത് കാണാം. ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് എഡ്ജ് എല്ലാ സൈഡിലും, അതായത് നന്നായിട്ട് ഫോഴ്സ് ചെയ്യേണ്ട, എല്ലാ എഡ്ജിലും ബോഡി ഒന്ന് പുറത്തോട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഇടാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഇടുക. അതിന് ശേഷം സെയിം നമ്മൾ ഊരിയ പോലെ തന്നെ 4 സ്ക്രൂസ് വരുന്നുണ്ട്, അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രൂസിൻ്റെ കൂടെ തന്നെ ചെറിയ വാഷേഴ്സ് വരുന്നുണ്ട്. ആ വാഷർ നമ്മൾ തീർച്ചയായിട്ടും ഇടണം. അത് ചെറിയൊരു പാർട്ടായി കഴിഞ്ഞാലും വണ്ടിയുടെ ഈ ഒരു ഗ്ലാസ് ആയിട്ടുള്ള ഫൈബർ ഗ്ലാസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പൊട്ടിപ്പോകാനൊരു സാധ്യതയുണ്ട്. നമ്മൾ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കമ്പനി അവിടെ വാഷേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ലൈറ്റ് പെർഫെക്റ്റ് വർക്കിംഗ് ഉണ്ട്. നമുക്കിതിന് ചിലവ് വരുന്നത് വെറും 20 രൂപയാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള വർക്കാണ്, നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ സ്ക്രാച്ച് ഒന്നും ആവാതെ നമ്മളെ ക്രാഷ് കാർഡ് റീഫിക്സ് ചെയ്യുക. അത് ചിലപ്പോൾ ഈ ഒരു മെത്തേഡ് ആവണമെന്നില്ല, നമുക്ക് ജോയിൻ്റ് ഉള്ളത് ഉണ്ടാവും. അതാണുമ്പോൾ ഇത് ഫുള്ള് അഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ക്രാഷ് കാർഡ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വർക്ക് ചെയ്യേണ്ടി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബാക്ക് ആ ഒരു പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. സെയിം മെത്തേഡ് തന്നെ 4 ബോൾട്ട് വരുന്നുണ്ട്, അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അതിൻ്റെ ഹോളും അതുപോലെ തന്നെ ബോഡിയിലേക്ക് അത് ചേസിൻ്റെ ഹോളും സെയിം തന്നെയാണെന്ന് നോക്കുക. ചിലപ്പോൾ ഇതിൻ്റെ നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ ഒരു ഹോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സ്ക്രൂ ഇടുക. അതുപോലെ തന്നെ 4ഉം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് അല്ലാതെ വെറും 2 മിനിറ്റിനുള്ളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ്, സജഷൻസ് എല്ലാ കാര്യങ്ങളും അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ 4 ബോൾട്ട് നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ബാക്ക് അവർ പിടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സേഫ്റ്റി ഒരു പാർട്ടും കൂടിയാണിത്. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ബോക്സ് സ്പാനേഴ്സ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള സ്പാനേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കോസ്റ്റൊക്കെ സേവ് ചെയ്യാം. ചെറിയ ചെറിയ വർക്കൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഞാനിതൊരു പഠിച്ച വ്യക്തിയൊന്നുമല്ല, ഇങ്ങനെയുള്ള ഉള്ള ഒരു പരിചയമാണ്. കണ്ടും അതായത് പറഞ്ഞുമുള്ള അറിവൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ 2-3 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമുക്കിത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ 4 ബോൾട്ടും ടൈറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഒരു ടാങ്കിൻ്റെ ഒരു പോർഷനിൽ വരുന്ന ഒരു കവർ നമ്മൾ അഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നമ്മൾ ഇടുന്ന സമയത്ത് ആ ഒരു ഹോള്, അതായത് നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ ഒരു ക്യാപ്പ് വരുന്ന ഒരു പോർഷൻ, അവിടെ റബ്ബർ വാഷേഴ്സ് വരുന്നുണ്ട്. ആദ്യം ഈ ഒരു നമ്മൾ ഹെൽമെറ്റൊക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പാർട്ടിൻ്റെ കുറച്ച് പൊന്തിക്കുക, അതിൻ്റെ അടിയിലോട്ട് ഈ ഒരു പീസ് കയറ്റി വെക്കുക. അതിന് ശേഷമാണ് നമ്മളിത് താക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ക്യാപ്പ് ഇട്ടു. അതുപോലെ തന്നെ അഡീഷണൽ വരുന്ന അവിടെ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് നമ്മൾ ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 4 സ്ക്രൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഹോള് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം 4ഉം ടൈറ്റ് ചെയ്യുക. ത്രെഡ് പോകാനുള്ള സാധ്യതയൊന്നുമില്ല. മെറ്റൽ തന്നെയാണ്, പ്ലാസ്റ്റിക്കിലല്ല നമ്മളിത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് നമ്മൾ മെറ്റലിലോട്ട് സ്ക്രൂ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുക. അവസാനമായിട്ട് ഇവിടെ വരുന്ന ഒരു ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുക. ഇവിടെ കാണുന്ന റൈറ്റിലും ലെഫ്റ്റിലും വരുന്ന ആ ഒരു ക്രാഷ് കാർഡിൻ്റെ ആ ഒരു പോർഷൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് വരുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.